അന്ന് കൊല നടന്നു പോന്ന് നിങ്ങളെ പറമ്പെന്നല്ലേ കൊല പോന്ന്? അത് ഇവിടെ രാഘവേട്ടനാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തോ ഒരു വിഷമമില്ലാത്ത? എടോ അത് എന്റെ പറമ്പെന്നല്ല. രാഘവേട്ടന്റെ കടയിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് ലോഡ് കണക്കിന് കൊല കൊണ്ടുവരും. എന്നിട്ട് മൂപ്പരുടെ വീട്ടിലെ രാത്രി കൊണ്ടുവന്ന് ഇറക്കും. മെലിഞ്ഞ കായുള്ള കൊല നോക്കിയിട്ട് മൂപ്പര് മേടിക്കൂ. എന്തിനറിയാം? നാടൻ കൊലയാന്ന് പറഞ്ഞ് വിൽക്കാൻ. പ്ലീസ് കം. കം. വരൂന്ന്. എന്തിനടാ അയാള് പൊക്കോട്ടെ. എന്റെ വകയിലൊരു വെല്ലിച്ചനാണ്, വലിയ ഗുണമൊന്നുമില്ല. എന്റെ രാഘവട്ടെ, ഈ സുഖോദേട്ടന്റെ അടുത്ത് നല്ല നാടൻ കൊല ഉണ്ടാകുമ്പോ നീங்க ഇങ്ങ് പുറത്തു പോയിട്ട് മേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നീ എന്നാ എന്നോട് ചോദിച്ചേ? അതെ, നല്ല നാടൻ കൊല സുഖോദേട്ടന്റെ വിൽപ്പനക്ക് ഉണ്ടാകുമ്പോ എന്തിനാ പുറത്തു പോയിട്ട് മേടിക്കേണ്ട ആവശ്യം? എടാ ഞാൻ കച്ചവടത്തിലല്ലേ ഇരിക്കുന്നേ. ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊടുന്ന ഈ കായ് വിറ്റാലേ എനിക്ക് കിലോക്ക് 20 റുപ്യ ലാഭം കിട്ടും. ഈ സുഗതന്റെ കായ് വിറ്റാലോ എനിക്ക് 5 റുപ്യം കൂടെ കിട്ടൂലാന്ന്. അതാണ് നാടൻ കായാന്ന് പറയുമ്പോ വില കൂട്ടി വെക്കണം. നാടൻ കായോ ഫോറിൻ കായോ ഒന്നും ആക്കില്ല. അവരിപ്പോ നേന്ത്രപ്പഴം കണ്ട വില ചോദിച്ചു, കുറഞ്ഞ വില. നാടൻ കായാന്ന് പറഞ്ഞു വിൽക്കേണ്ട ആവശ്യം എന്താ? ഇത് അത് പിന്നെ കായന്റെ കച്ചവട തന്ത്രമാണ്. അത് പിന്നെ നിങ്ങൾ എന്ത് ചോദ്യം ചെയ്യുന്നു? ഞങ്ങൾ കഷ്ടപ്പെട്ട ഒരു നാടൻ കായ ഉണ്ടാക്കുമ്പോ ആ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ഈ അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവരുന്ന കായ ഈ വിലക്ക് കൊടുത്താ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാ? ഞാൻ കച്ചവടക്കാരനാണ്, എനിക്ക് എന്തെങ്കിലും ചില്ലറ കിട്ടേണ്ടത് എന്റെ ആവശ്യമാണ്, എന്റെ കുടുംബം പോലെ തന്നെ. അവനവന്റെ കാര്യം നോക്കിയിട്ട് അവനവന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് കാശ് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് ഈ വിഷം നാട്ടുകാരെ മുഴുവൻ തീറ്റിച്ചോ? അതെ, എല്ലാരും ഇപ്പൊ നാടൻ നന്നാക്കാനല്ല നിൽക്കുന്നത്. നീ ഇപ്പൊ നാടൻ നന്നാക്കാനാക്കും. പിന്നെ വെറുതെ വർത്തമാനം പറയാ, വെറുതെ ഓരോന്നിങ്ങനെ പറഞ്ഞിട്ട്. 3 പഴം നീ ഉരിഞ്ഞ പൈസ കൊണ്ടാ? 3 നീ ഉരിഞ്ഞില്ല ഇപ്പൊ? ഇതെങ്ങനെ ഇവിടെ ഒന്ന്? അതെല്ലാം വരും. നീ പൈസ കൊണ്ടാ? തിരക്കുള്ള ഇത് നമ്മ ഈ തൊലി വലിച്ചാൻ പൈസ കൊണ്ടാ? വെല്ലിച്ചനല്ലേ? എന്ത് വെല്ലിച്ചാൻ? അങ്ങാടിയിൽ തിരക്കുള്ള സാധനം അറിയാം. അതൊന്ന് തിന്നണ്ട വേഷാത്. വേണം ഇവിടുന്ന് ഒരു കൊല കൊണ്ടേക്കോ. നല്ല പച്ചക്കറി. നമ്മൾ ഈ വിഷം ഒന്നും ഇടണില്ല, ചാണകപ്പൊടിയായിരുന്നു. ഇതിനെത്ര കിലോനി? ഇതോ? ഇത് 60 റുപ്യ. 30 പുറത്തു. എടാ അത് ഈ വിരവ് അല്ലേ, വിഷട്ടിട്ടുള്ള വിരവ് പയറാണത്. ഇത് നാടനാണ് ഇവിടെ ഉണ്ടാക്കണത്. അത് ശരി. ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ട് ആടുന്ന് 1 കിലോ വൈനിങ് മേടിച്ചു. അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് അവര് പറയില്ലേ നാടനാന്ന്? അപ്പൊ എനിക്കത് നാടനല്ലേ? ഇത് ഈട നിങ്ങൾക്ക് നാടൻ, ആട നാടൻ, ഈട നാടൻ, എല്ലാം നാടനാണ്. അതെ, ഈ വിടാൻ നോക്ക്. അതെയാ? ഇതിനെത്ര ഇപ്പൊ വിഷം തിന്ന് ചാവാൻ വേണ്ടിട്ട് ഓരോ ജന്മങ്ങൾ. കളിക്കാൻ ഞാൻ പറഞ്ഞ ചിരിച്ചു നടന്നോ? 40 വയസ്സിൽ അറ്റാക്ക് വന്ന് ചാവും പാന്നി.